Hello, welcome back to Learnino. KEAM 2024 second phase allotment to engineering pharmacy courses പ്രൊവിഷണൽ ലിസ്റ്റ് പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. സോ നമ്മുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ നിങ്ങൾക്ക് കാൻഡിഡേറ്റ് പോർട്ടലിൽ പ്രൊവിഷണൽ അലോട്ട്മെൻറ്റ് ലിസ്റ്റ് എന്നുള്ള മെനു ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു ലിസ്റ്റ് കാണാനായിട്ട് സാധിക്കും. സോ ഫസ്റ്റ് ഫേസ് അലോട്ട്മെൻറ്റ് കഴിഞ്ഞ് നമുക്ക് ഓപ്ഷൻസ് റീഅറേഞ്ച് ചെയ്യാനും ഹയർ ഓപ്ഷൻസ് ഡിലീറ്റ് ചെയ്യാനും ഒക്കെയുള്ള പ്രൊവിഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ അതിന് ശേഷമാണ് നമുക്കിപ്പോൾ ഈ സെക്കൻഡ് ഫേസ് അലോട്ട്മെൻറ്റ് പ്രൊവിഷണൽ ലിസ്റ്റ് വന്നിട്ടുള്ളത്. സോ ഈ ഒരു ലിസ്റ്റിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ജെന്യൂൻ ആയിട്ടുള്ള കംപ്ലയിൻറ്റ്സ് ഉണ്ടെങ്കിൽ, ജെന്യൂൻ കംപ്ലയിൻറ്റ്സ് ഇൻ ദ സെൻസ് ഇപ്പോൾ നമ്മൾ ആഗ്രഹിച്ച കോളേജ് കിട്ടിയില്ല അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളല്ല, ഇപ്പോൾ നമ്മൾ ഏതെങ്കിലും ഹയർ ഓപ്ഷൻസിൽ വെക്കാത്തൊരു കോളേജ് വരികയോ അങ്ങനെ എന്തെങ്കിലും ഒരു ടെക്നിക്കൽ എറർ അങ്ങനെ ഉണ്ടാവാൻ സാധ്യതയില്ല. അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇതിനകത്തൊരു മെയിൽ ID കൊടുത്തിട്ടുണ്ട്. അതിൽ 20/8/2024 12 PM അതിന് മുന്നായിട്ട് നിങ്ങൾക്ക് അങ്ങനെ എന്തെങ്കിലും കംപ്ലയിൻറ്റ്സ് ഉണ്ടെങ്കിൽ അതിലേക്ക് മെയിൽ ചെയ്യാം. സോ അതും കൂടെ കൺസിഡർ ചെയ്തുകൊണ്ടായിരിക്കും നമുക്ക് ഇന്ന് സെക്കൻഡ് ഫേസ് അലോട്ട്മെൻറ്റിൻ്റെ ഫൈനൽ ലിസ്റ്റ് വരുന്നത്. ഓക്കെ, അപ്പോൾ ഈ പ്രൊവിഷണൽ ലിസ്റ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ ഫസ്റ്റ് ഫേസ് അലോട്ട്മെൻറ്റിൽ തന്നെ കണ്ടതാണ്. ഈ പ്രൊവിഷണൽ ലിസ്റ്റിൽ നിന്നും ഒരുപാട് ചേഞ്ചസ് ഒന്നും എന്തായാലും ഫൈനൽ ലിസ്റ്റിൽ ഉണ്ടാവാനുള്ള സാധ്യതയില്ല. കാരണം ഇങ്ങനെയുള്ള എന്തെങ്കിലും കംപ്ലയിൻറ്റ്സിന് ഉള്ളൊരു പരിഹാരം മാത്രമേ അതിനകത്ത് ഉണ്ടാവുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് സെക്കൻഡ് ഫേസ് അലോട്ട്മെൻറ്റിൽ കിട്ടിയ കോളേജിനെ കുറിച്ച് ഏതാണ്ട് ഒരു ധാരണ നമുക്ക് ഇന്ന് തന്നെ ഈ ഒരു ലിസ്റ്റ് നോക്കിയാൽ തന്നെ നമുക്കുണ്ടാവും. സെക്കൻഡ് ഫേസ് അലോട്ട്മെൻറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ കോളേജിൽ നമുക്ക് അലോട്ട് ചെയ്തിട്ടുള്ള കോളേജിൽ പോയി ജോയിൻ ചെയ്യണം എന്നുള്ളത് നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനുള്ള ഒരു ജോയിനിങ് ഷെഡ്യൂൾ നമുക്ക് ഓൾറെഡി വന്നിട്ടുണ്ട് അല്ലേ. കാരണം 21-ാം തീയതി മുതൽ കോളേജിൽ പോയി ജോയിൻ ചെയ്യണം. അപ്പോൾ ഓരോ ബ്രാഞ്ചുകാർക്കും ഓരോ ഡേയ്സ് അലോട്ട് ചെയ്ത് ടൈമും അലോട്ട് ചെയ്ത് തന്നിട്ടുണ്ട്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു കോളേജിൽ തന്നെ കുറേയധികം ബ്രാഞ്ചസ് ഉണ്ടെങ്കിൽ എല്ലാവരും കൂടിയുള്ള ഒരു റഷ് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് കൃത്യമായിട്ട് അങ്ങനെ ഒരു ഷെഡ്യൂൾ നമുക്ക് തന്നിട്ടുള്ളത്. അപ്പോൾ ആ ഷെഡ്യൂൾ അനുസരിച്ച് തന്നെ നമ്മൾ പോയി ജോയിൻ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കാം. അപ്പോൾ 21-ാം തീയതിയൊക്കെ ഉള്ളവരിപ്പോൾ ഒരുപാട് ട്രാവൽ ചെയ്ത് പോകേണ്ടവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ അതിനുള്ള പ്രിപ്പറേഷൻ, കാരണം ഇപ്പോൾ ഈ പ്രൊവിഷണൽ ലിസ്റ്റിൽ നിന്ന് തന്നെ നമുക്ക് ഏകദേശം ആ ഒരു ഐഡിയ ഉണ്ടാവും. അപ്പോൾ അതിനനുസരിച്ച് നിങ്ങൾ തയ്യാറെടുക്കുക. എന്തായാലും അത് സെക്കൻഡ് ഫേസ് അലോട്ട്മെൻറ്റിൻ്റെ ഫൈനൽ ലിസ്റ്റ് വന്നതിന് ശേഷമായിരിക്കും അതിനെക്കുറിച്ചുള്ള കൂടുതൽ ഡീറ്റെയിൽസ് നോട്ടിഫൈ ചെയ്യാന്നുള്ളതും ഈ ഒരു നോട്ടിഫിക്കേഷനിൽ പറഞ്ഞിട്ടുണ്ട്. എനിവേ ജോയിനിങ് ഷെഡ്യൂൾ വന്നതുകൊണ്ട് നമുക്ക് അതിനെക്കുറിച്ചൊരു ഐഡിയ ഉണ്ടാവും. ഇനി സെക്കൻഡ് ഫേസ് അലോട്ട്മെൻറ്റ് വന്നതിന് ശേഷം നമുക്ക് കോളേജിൽ ജോയിൻ ചെയ്യുമ്പോൾ നമുക്ക് ഡോക്യുമെൻറ്റ്സ് എല്ലാം തന്നെ സബ്മിറ്റ് ചെയ്യണം. അപ്പോൾ അതും റെഡിയാക്കി വയ്ക്കുക. താങ്ക് യു സോ മച്ച്.